ഹലോ ഗൈസ്, അങ്ങനെ വീണ്ടും ഒരു ഇൻ്റർവ്യൂമായി ഞാൻ ഇതാ കടന്നു വന്നിരിക്കുകയാണ്. രാവിലെ തന്നെ മഴ ചതിച്ചു പോയി. അതായത് എൻ്റെ വീട് പറവൂരാണ്. അവിടെ നിന്നൊരു 5 കിലോമീറ്റർ മേലുണ്ട് എൻ്റെ വീട്ടിലൊക്കെ എത്തും. അവിടെ നിന്ന് സൈക്കിളോട്ട് തന്നെയാണ് പാണ്ടാറങ്ങനായിട്ട് ഒരുമാതിരി പ്രത്യേക മഴ. ഇതാരം കണ്ട ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനം ഉണ്ടായിരുന്നു, ആ സാധനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഊഹിക്കാലും ഞാൻ എങ്ങനെയൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇൻ്റർവ്യൂ പാലക്കാടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഇത് ഗൂഗിൾ മാപ്പിൽ നോക്കിയൊരു പാലക്കാടും അല്ല, മലപ്പുറവും അല്ല, തൃശ്ശൂരും അല്ല, അങ്ങനത്തെ ഒരു മിഡിൽ കിടക്കുന്ന സ്ഥലം. വീണ്ടും ഓഫീസ് അറ്റൻഡറാണ്, ഒരു സ്കൂളിലാണ്. സ്ഥലത്തിൻ്റെ പേരൊക്കെ മറന്നുപോയി. ഈ ഗൂഗിളിൽ തപ്പി നോക്കിയിട്ടാണ് പോയത്. ഗൂഗിളിൽ ഞാൻ സ്ഥലമൊക്കെ തപ്പി നോക്കി. ഞാൻ ഏത് സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് പോകണമെങ്കിലും ആ സ്ഥലം നോക്കിയിട്ട് ഗൂഗിൾ മാപ്പിൽ ഇത് സെർച്ച് ചെയ്യും എത്ര ദൂരം ഉണ്ടെന്ന്. ഇങ്ങനിപ്പോൾ 3 ഇൻ്റർവ്യൂ ആണ് ഉണ്ട്. എനിക്ക് ശരിക്കും ഞാൻ ഇവിടെ അല്ല പോകാൻ നിന്ന്, ഈ പാലക്കാടല്ല, വേറെ മലപ്പുറത്തൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അവിടെയാണ് പോകാൻ നിന്ന്. വേറെ നല്ല ഇത് ക്യാമറ ഇങ്ങനെ ഷേക്കാണ്. ഞാനിത് കാണുകയല്ല, ഇങ്ങനത്തെ സ്ഥലത്തേക്ക് വിടാം കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഒരുമാതിരി ഭയങ്കര ഇരുട്ടായ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നു. ഞാനിപ്പോൾ പറവൂർ KSRTC സ്റ്റാൻഡിലോട്ട് പോകുന്നു. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഗുരുവായൂർ വേണ്ടിയിട്ട്. എൻ്റെ അഭിപ്രായത്തിൽ നേരത്തെ പോയി എന്നുള്ള ഡൗട്ട്. കാരണം ഇവിടെ നിന്ന് 77 കിലോമീറ്റർ ഉണ്ട് ആ സ്കൂളിലോട്ട്. ഞാൻ എങ്ങനെ വന്നാലും ഒരു 8 മണിക്ക് മുമ്പ് അവിടെ എത്തും. അത്ര നേരത്തെ എത്തുന്ന കുഴപ്പമില്ല എന്നാണ് എൻ്റെ മനസ്സ് പറഞ്ഞത്. പിന്നെ ഞാൻ ഓരോ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ഇതേപോലെ വീഡിയോ എടുത്ത് നോക്കണമെന്ന് വിചാരിക്കും. കഴിഞ്ഞ കൊല്ലത്തെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഇതേപോലെ ഇൻട്രസ്റ്റ് വീഡിയോസൊക്കെ എടുത്ത് വെച്ച് അതെൻ്റെ പിന്നെ വീട്ടിലെത്തണ വീഡിയോ എടുത്ത്. അന്ന് പറഞ്ഞ പോലെ ഓരോ ഇൻ്റർവ്യൂവിലും കിട്ടുമോ കിട്ടില്ല എന്നുള്ളതല്ല, നമ്മൾ അതിൽ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടും. നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചാണല്ലോ പോകുന്നത് മുന്നോട്ട്. അപ്പം അതുകൊണ്ട് സ്ഥലം അടിപൊളിയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സത്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് പാലക്കാടാണ് ഇത്. നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ എൻ്റെയൊക്കെ മനസ്സിൽ പാലക്കാട് മറ്റൊരു ഇച്ചിരി ഒറ്റപ്പാലം, പട്ടാമ്പി, അങ്ങാട് പോണതാണ് പാലക്കാടായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇത് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഗുരുവായൂരിൽ നിന്ന് കുന്നംകുളം പോകുന്ന റൂട്ടാണ്. അപ്പോൾ റിട്ടേൺ ഞാൻ വിചാരിച്ചത് തൃശ്ശൂരാണോ അല്ലെങ്കിൽ മലപ്പുറമാണോ എന്നൊക്കെ ആദ്യം ഡൗട്ടുണ്ടായിരുന്നു. ആ സംശയം എനിക്ക് തീരാനിട്ട് ഞാൻ നമ്മുടെ കേരളത്തിൻ്റെ മാപ്പ് എടുത്ത് നോക്കി. അതായത് പാലക്കാടാണ്. പാലക്കാട് ഇങ്ങാട് വരെ ഉണ്ടെന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അതായത് തൃശ്ശൂരിൻ്റെ ഏറ്റവും അറ്റം പോയിട്ട് മറ്റേ ഇടുക്കിയിലായിട്ട് മുട്ടിയേക്കണ പോലെ ഇടുക്കി. അടിപൊളിയായിരിക്കും ഞാൻ കരുതുന്നു. മഴ വീണ്ടും വന്നിട്ടുണ്ട് ഗൈസ്. അത് കഴിഞ്ഞിട്ട് നാളൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അതായത് ശനിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് എത്രാം തീയതിയാണ്? ഇന്ന് ജൂൺ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. അതോട്ടറിയാം, ഡേറ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇന്ന് 5-ാം തീയതി, 5/6/2026. നാളെ 6/6/2026. ഞാൻ ഈ കോട്ട് ഇങ്ങനെ വെക്കാത്തത് ഇതണ്ട, ഇങ്ങനെ ഇരിക്കും. പക്ഷെ മൊബൈലിൽ തന്നെയുണ്ട്, അത് വേറെ വരും. പിന്നെ അടിയിലോട്ട് നോക്കിയില്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും കാണക്കുള്ളിലും പോകും. എല്ലാം ശ്രദ്ധിക്കണം. പറ്റുകയാണെങ്കിൽ സ്കൂളിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. കാരണം നമ്മൾ ഇൻ്റർവ്യൂവിനെ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ ആ സമയത്ത് എത്തുള്ളൂ. സാധാരണ കഴിഞ്ഞ കൊല്ലത്ത് ഇൻ്റർവ്യൂവിന് പോയത് വൻ അടിപൊളിയാണ്. കാരണം ഞാൻ കൊട്ടാരക്കരയൊക്കെ പോകണ്ട, ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരെ കൊല്ലത്തേക്ക് പോയി. എന്നാൽ വന്ന വഴിക്ക് അതിനേക്കാളും വിറ്റ് ഞാൻ നേരത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. വന്ന വഴിക്ക് ഇവിടെ ഇറങ്ങി, അതായത് ആ സ്കൂളിനോട് നിന്ന് കൊട്ടാരക്കര വന്ന് കൊട്ടാരക്കരയിൽ നിന്ന് എന്താ കോട്ടയം ബസ് കയറി. കോട്ടയം എത്തിയപ്പോൾ അവിടെ നിന്ന് എറണാകുളം വണ്ടി കിട്ടുമെന്ന് വെച്ചിട്ടാണ് കയറിയത്. കോട്ടയം എത്തിയപ്പോൾ കോട്ടയം ട്രാപ്പ് അടിച്ച് അവിടെ നമുക്ക് ബസ്സില്ല. പിന്നെ ആ ഒരു തൃശ്ശൂർ അങ്കമാലി ബസ്സുണ്ട്, അതേ കയറി
8 മണിക്ക്, അതായത് 10 മണിക്ക് മുമ്പ് ഞാൻ വീട്ടിലെത്തണം. ഞാൻ വീട്ടിലെത്തിയപ്പോൾ 12 മണിയായി. 2 മണിക്കൂർ ഡിലേ. അതായത് ഒരു മണിക്കൂർ മുമ്പെങ്കിലും നേരത്തെ എത്താമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്ത പണിയിൽ എക്സ്ട്രാ 2 മണിക്കൂർ ഞാൻ പെട്ടുപോയി. ഇന്ന് ഇത്രയും ദൂരമില്ലാത്തതുകൊണ്ടും ഒരുവിധം 6 മണി 7 മണിക്കുള്ളിൽ വീട്ടിലെത്താം എന്നുള്ള ശുഭാപ്തി വിശ്വാസം ഉള്ളതുകൊണ്ടും കുഴപ്പമില്ല. നാളത്തെ ഇൻ്റർവ്യൂ നിലമ്പൂരെത്തണം. പണ്ടാരം അതിന് പോകണോ വേണ്ടെന്നാണ് ആയിരിക്കണം. പോകണമെങ്കിൽ വീഡിയോ വരും. ഈ വീഡിയോ കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ വരും. അപ്പോൾ ഞാൻ നിലമ്പൂർ പോയെന്നുള്ളതാണ്. നിലമ്പൂരിനടുത്താണ്. അതൊരു UP സ്കൂളിൽ ഇതേപോലെ ഓഫീസ് അറ്റൻഡർ വീണ്ടും എഗെയിൻ. അപ്പം ശരി.